ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം നമ്മുടെ കർത്താവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ കൊണ്ടാടുകയാണ്. തിരുപ്പിറവി കാലത്തിൻ്റെ സമാപന ദിവസമാണിന്ന്. ഇപ്പോൾ ഈശോയുടെ ജനനത്തിലൂടെ ഈശോ യഹൂദർക്ക് വെളിപ്പെട്ടു, ഈശോയിലെ ദൈവീകത വെളിപ്പെടുത്തപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കൊണ്ടാടിയ പ്രത്യക്ഷീകരണ തിരുനാളിലൂടെ വിജാതിയർക്ക് കർത്താവ് രക്ഷകനായി വെളിപ്പെടുത്തപ്പെട്ടു. ഇന്നത്തെ തിരുനാളിലൂടെ രൂപത്തിൽ സർവ്വജനത്തിനും പാപത്തിൽ നിബന്ധിച്ചു പോയ മനുഷ്യവർഗത്തോട് ഒന്നുചേർന്നുകൊണ്ട് സർവ്വ മനുഷ്യർക്കും രക്ഷകനായി ഈശോ വെളിപ്പെടുത്തപ്പെട്ടു. ഈശോയുടെ 30 വർഷത്തെ സാധാരണ ജീവിതത്തെ പിന്നീട് വന്ന 3 വർഷത്തെ അത്ഭുതം നിറഞ്ഞ ജീവിതമാക്കി മാറ്റിയ സംഭവമാണ് തിരുസഭ ഇന്ന് കൊണ്ടാടുന്നത്. ജ്ഞാനസ്നാനം, ഈശോയുടെ ജ്ഞാനസ്നാനം എന്ന് പറയാം. അതിനേക്കാളും പ്രധാനം ഈശോയുടെ ഓർഡിനേഷനാണ്. തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭം നമ്മൾ കാണുകയാണ്. ജോൺ പോൾ II പാപ്പ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മുടെ ജപമാലയിൽ ഉൾച്ചേർത്തപ്പോൾ അതിലെ ആദ്യത്തെ രഹസ്യമായി ചേർത്തിരിക്കുന്നത് ഈശോയുടെ ജ്ഞാനസ്നാനമാണ്. നമുക്കറിയാമല്ലോ, ഈശോയുടെ ജീവിതത്തെ മുഴുവനും ഗർഭം ധരിക്കപ്പെട്ടപ്പോൾ മുതൽ യുഗാന്ത്യം വരെ ഉള്ള സംഭവങ്ങളിലൂടെ, പ്രിയപ്പെട്ടവരെ, സംഭവങ്ങളെ ഓർത്ത് ധ്യാനിച്ച് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയാണല്ലോ ജപമാല. സന്തോഷ രഹസ്യങ്ങളിൽ നമ്മൾ ഈശോയുടെ ബാല്യകാലത്തെ, ജനനം മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ ധ്യാന വിഷയമാക്കും. ദുഃഖരഹസ്യങ്ങളിൽ ഈശോയുടെ പീഡാനുഭവത്തെയും മരണത്തെയും നമ്മുടെ ധ്യാന വിഷയമാക്കും. മഹിമ രഹസ്യത്തിൽ ഈശോയുടെ ഉത്ഥാനത്തെയും സ്വർഗാരോഹണത്തെയും പെന്തക്കോസ്തായെയും എല്ലാം നമ്മുടെ ധ്യാന വിഷയമാക്കും. നമ്മൾ അതിൻ്റെ ഇടയിൽ ജോൺ പോൾ II പാപ്പ കൂട്ടിച്ചേർത്ത പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളിലൂടെ നമ്മൾ ഈശോയുടെ പരസ്യ ജീവിതത്തെയാണ് നമ്മുടെ ധ്യാന വിഷയമാക്കുക. ഈശോയുടെ പരസ്യ ജീവിതത്തിലെ ആദ്യത്തെ സംഭവമാണ് ഈശോയുടെ ജ്ഞാനസ്നാനം. അവസാനത്തെ സംഭവമാണ് അന്ത്യ അത്താഴം. അതാണല്ലോ 5ാമത്തെ പ്രകാശത്തിൻ്റെ രഹസ്യം. നമ്മൾ ഈശോയുടെ ആദ്യത്തെ അത്ഭുതം, അതാണ് 2ാമത്തെ രഹസ്യം. ഈശോയുടെ ആദ്യത്തെ പ്രഭാഷണം, അതാണ് 3ാമത്തെ രഹസ്യം. പരസ്യ ജീവിതത്തിൽ ഈശോയുടെ ഏറ്റവും വലിയ ദൈവീകത വെളിപ്പെട്ട താബോർ അനുഭവം, അതാണ് 4ാമത്തെ രഹസ്യം. ആ രീതിയിൽ ഈശോയുടെ പരസ്യ ജീവിതത്തെ മുഴുവനും ധ്യാനിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന വ്യാഴാഴ്ച തോറും പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ നടത്തുകയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ രഹസ്യമാണ്, അതായത് ഈശോയുടെ സാധാരണ ജീവിതത്തെ പരസ്യ ജീവിതമാക്കി മാറ്റിയ ആ സംഭവമാണ് ഇന്ന് തിരുസഭ കൊണ്ടാടുന്നത്, ജ്ഞാനസ്നാന തിരുനാൾ. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ കാണുന്നത് എന്താ? ജ്ഞാനസ്നാന സമയത്ത് സ്വർഗം തുറക്കപ്പെട്ടു എന്ന് കാണുകയാണ്. അങ്ങനെ സ്വർഗം തുറക്കപ്പെട്ട് പരിശുദ്ധ ത്രിത്വം പൂർണ്ണമായും വെളിപ്പെട്ട അവസരമാണ്. തുറക്കപ്പെട്ട സ്വർഗത്തിലൂടെ ദൈവം ലോകത്തിന് ഈശോയിലൂടെ പ്രത്യേകമായി വെളിപ്പെട്ട അവസരമാണ് ജ്ഞാനസ്നാന അവസരം. സ്വർഗത്തിൽ നിന്ന് കേട്ട സ്വരം പിതാവിൻ്റെ സ്വരമാണ്. ഈശോയിലേക്ക് ഇറങ്ങി വന്ന പ്രാവിനെ പോലെ ഇറങ്ങി വന്നത് പരിശുദ്ധാത്മാവാണ്. അവിടെ ആ ദൈവത്തിൻ്റെ പ്രിയപുത്രനായി ഈശോനാഥൻ നിലകൊള്ളുക, പുത്രനായ ദൈവം. ആ രീതിയിൽ സ്വർഗം തുറക്കപ്പെട്ട പരിശുദ്ധ ത്രിത്വം പ്രത്യേകമായി വെളിപ്പെട്ട അവസരമായിരുന്നു ഈശോയുടെ ജ്ഞാനസ്നാന അവസരം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ അനുഭവത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഒരു കാര്യം, ഈശോ മറ്റുള്ളവരോട് ചേർന്ന് സ്നാനം സ്വീകരിക്കുവാൻ കടന്നു വന്നു. അനുതാപത്തിൻ്റെ സ്നാനവുമാണ്. സ്നാനം സ്വീകരിക്കാനായിട്ട് ആൾക്കാരെല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവും അവരോട് ചേരുക. ഒരു വിധത്തിൽ കർത്താവിൻ്റെ മനുഷ്യ അവതാരത്തിൻ്റെ അനുഭവം അതായിരുന്നുവല്ലോ. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തന്നെ താഴ്ത്തി മനുഷ്യവർഗത്തോട് ഒന്നു ചേർന്ന, പാപികളോട് ഒന്നു ചേർന്ന അനുഭവമാണ്. ഈശോനാഥൻ അങ്ങനെ മനുഷ്യൻ്റെ പാപ അവസ്ഥയെ ഏറ്റെടുത്തുകൊണ്ടാണ് അതിൽ നിന്ന് നമുക്ക് മോചനം തരിക. അങ്ങനെ മനുഷ്യനോട് ഒന്നായി തീർന്ന നമ്മൾ ഏറ്റവും മനസ്സിലാക്കുന്ന നമ്മുടെ കർത്താവ്
നമ്മുടെ എല്ലാ വിഷമതകളും തിരിച്ചറിയുന്ന, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൂടെ ആയിരിക്കുന്ന, നമ്മളിൽ നമുക്ക് വേണ്ടി വസിക്കുന്ന, നമ്മുടെ കൂടെ വസിക്കുന്ന നമ്മുടെ കർത്താവിനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജ്ഞാനസ്നാന സമയത്ത് ഈശോയിൽ കാണുക. അവിടുന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ കടന്നു വന്ന് മറ്റുള്ള ജനത്തോടൊത്ത് സ്നാനം സ്വീകരിച്ചു എന്ന് പറയുകയാണ്. അവിടുന്ന് പാപമില്ലാത്തവനായിരുന്നുവെങ്കിലും അവിടുന്ന് പാപികളോടുകൂടെ എണ്ണപ്പെട്ടു പാപികളെ തേടി വന്നവനാ. പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനാ കർത്താവ് ആ പാപികളുടെ ഇടയിലേക്ക് പ്രത്യേകമായിട്ട് ഇറങ്ങി വന്നത്. എന്നിട്ടോ പ്രിയപ്പെട്ടവരെ, അവിടെ കർത്താവിനെ സ്നാപകൻ സ്നാനപ്പെടുത്തി. അങ്ങനെ സ്നാനപ്പെടുത്തി കഴിഞ്ഞും വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്ന ഒരു അനുഭവം ഈശോയുടെ മരണത്തെയും ഉത്ഥാനത്തെയും ഓർമ്മപ്പെടുത്തുക. വെള്ളത്തിൽ മുങ്ങുന്നത് ഈശോയുടെ മരണത്തെയും അതിൽ നിന്ന് പൊങ്ങുന്നത് ഉത്ഥാനത്തെയും ഓർമ്മപ്പെടുത്തുക. നമ്മുടെ ജ്ഞാനസ്നാനത്തിലും ഈശോയുടെ മരണത്തിലും ഉത്ഥാനത്തിലും നമ്മൾ പങ്കുചേരുകയാണല്ലോ പ്രിയപ്പെട്ടവരെ. ആ ജ്ഞാനസ്നാന തിരുക്കർമ്മത്തിലൂടെ ഈശോയെടുത്ത് പാപത്തിന് മരിച്ച് ഈശോയെടുത്ത് ദൈവത്തിനായി ജീവിക്കുന്ന ഒരനുഭവമാണല്ലോ നമ്മുടെയൊക്കെ ജ്ഞാനസ്നാനം. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് വെള്ളത്തിൽ നിന്ന് കയറി പ്രാർത്ഥനാനിരതനായപ്പോൾ എന്ന് ലൂക്കാ സുവിശേഷകൻ പ്രത്യേകം എടുത്തു പറയുക. 4 സുവിശേഷങ്ങളിലും ഈശോയുടെ ജ്ഞാനസ്നാനത്തെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ലൂക്കായുടെ സുവിശേഷത്തിലാണ് ആ ജ്ഞാനസ്നാനം കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു പ്രത്യേകം എടുത്തു പറയുന്നത്. കാരണം ലൂക്കായുടെ സുവിശേഷം പ്രാർത്ഥനയുടെ സുവിശേഷമാണ്. ഈശോയുടെ ജീവിതത്തിൽ എല്ലാ പ്രധാനപ്പെട്ട അവസരങ്ങളിലും കർത്താവ് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു എന്ന് വെളിവാക്കുന്ന സുവിശേഷവും ലൂക്കായുടെ സുവിശേഷം തന്നെയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ദൈവത്തെ രൂപപ്പെടുത്തുന്നതാണ് പ്രാർത്ഥനയെന്നാണ്. നമ്മുടെ ഇഷ്ടമെല്ലാം ദൈവത്തോട് പറഞ്ഞ് ദൈവമേ അതെല്ലാം സാധിച്ചു തരണമേ എന്ന് പറയുന്നത് ആ പ്രാർത്ഥന എന്ന പലപ്പോഴും നമ്മുടെ ധാരണ. എന്നാൽ യഥാർത്ഥ പ്രാർത്ഥന എന്താണെന്നറിയാവോ? ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നറിഞ്ഞ് അത് നിറവേറ്റുവാൻ വേണ്ടി ശക്തി ആർജിക്കുന്ന അനുഭവമാണ് പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, അവിടെ ഈശോയുടെ ജ്ഞാനസ്നാന അവസരത്തിൽ അവിടുന്ന് വെളിവാക്കുക, ഞാൻ ഈ ലോകത്തിൽ വന്നത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനാണ്. പിതാവിനെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റാനാണ് കർത്താവ് പ്രാർത്ഥനാനിരതനായി ആ അനുഭവത്തിലേക്ക് കടന്നു വരിക. അവിടെ ആ പിതാവിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു, പ്രാവിനെ പോലെ ഇറങ്ങി വന്നു എന്ന് പറയാണ്. നോഹയുടെ കാലത്ത് ജലപ്രളയം അവസാനിക്കുമ്പോൾ ഇതാ പുതിയ ലോകം പ്രത്യക്ഷപ്പെടുന്നു എന്ന് കാണിക്കാനാണ് അവിടെ പ്രാവ് പ്രത്യക്ഷപ്പെട്ടത്. അതേപോലെ ഈശോയിലൂടെ ഇതാ ഒരു പുതിയ യുഗം ആരംഭിക്കാൻ പോകുന്നു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഈശോയിലേക്ക് ഇറങ്ങി വരുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെ പിതാവിൻ്റെ സ്വരം മുഴങ്ങി. ആ പിതാവിൻ്റെ സ്വരത്തിലൂടെ കർത്താവ് ആരാണെന്നും അവിടുന്ന് എന്തിനാണ് വന്നത് എന്നും വെളിപ്പെടുത്തപ്പെടുന്നുണ്ട്. നീ എൻ്റെ പ്രിയ മകൻ, നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു, നീ എൻ്റെ മകൻ എന്നുള്ള വാക്യം ഈ 2-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്നാണ് വരുന്നത്. അവിടെ 7-ാമത്തെ വാക്യമാണ്. നീ എൻ്റെ മകൻ എന്ന പിതാവിൻ്റെ സ്വരവ. ഈശോ ആരാണ് എന്ന വ്യക്തമായ ധാരണ, ഒരു വിധത്തിലെ നല്ല ബോധത്തിലേക്ക്, ഈശോയുടെ ബോധത്തിലേക്ക് കടന്നു വരുന്നത് ആ സമയത്താണ്. ദൈവം ഈശോയെ നോക്കി പറയുക, നീ എൻ്റെ മകനാ. ഈശോ ദൈവപുത്രൻ തന്നെയാണ്. നിത്യതയിലെ പിതാവിൽ ആയിരുന്ന, പിതാവിനോട് കൂടെയായിരുന്ന പുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പിതാവിൻ്റെ മകൻ എന്നുള്ള മനുഷ്യൻ എന്നുള്ള മനുഷ്യ അവതാരത്തിലൂടെ താൻ ദൈവത്തിൻ്റെ മകനാണെന്നുള്ള ബോധത്തിലേക്ക് കടന്നു വന്ന അവസരമാണ് ജ്ഞാനസ്നാന അവസരം. അപ്പോൾ ഈശോ ആരാണ് എന്ന് അത് വെളിവാക്കുക. ഈശോ ദൈവത്തിൻ്റെ പ്രിയ മകനാണ്. എന്നിട്ട് നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ആ ഭാഗം വരുന്നത് പ്രിയപ്പെട്ടവരെ ഈ യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ 42-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നിന്നാണ്. കർത്തൃദാസൻ്റെ 4 പാട്ടുകളുണ്ടല്ലോ ഈ യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ. യെശയ്യാ പ്രവാചൻ്റെ പുസ്തകത്തിൽ 42-ാമത്തെ അധ്യായത്തിലും 49-ാമത്തെ അധ്യായത്തിലും 50-ാം അധ്യായത്തിലും 52, 53 അധ്യായങ്ങളിലുമായിട്ടാണ് ഈ 4 കർത്തൃദാസൻ്റെ പാട്ടുകളുള്ളത്. തൻ്റെ സഹനത്തിലൂടെയും മരണത്തിലൂടെയും മനുഷ്യവർഗത്തിന് രക്ഷ ചെയ്യുന്ന കർത്തൃദാസൻ ഈശോ തൻ്റെ പ്രതീകമായി, തൻ്റെ മാതൃകയായി അവിടുന്ന് പ്രത്യേകമായിട്ട് ദർശിച്ചത് പ്രിയപ്പെട്ടവരെ ഈ കർത്തൃദാസനെയാണ്. ദൈവമേ നിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഞാനിതാ വരുന്നു എന്നുള്ള ആ കർത്താവിൻ്റെ വാക്യവിരൂപത്തിൽ തൻ്റെ മരണത്തിലൂടെ പോലും നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഫിലിപ്പിയാക്കർക്കുള്ള ലേഖനത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ പറയാണ്, അവിടുന്ന് കുരിശുമരണത്തോളം അനുസരണയുള്ളവനായി തീർന്നു എന്ന് പറയുകയാണ്.
തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അറിഞ്ഞ് അത് നിറവേറ്റുവാൻ ശ്രദ്ധ വയ്ക്കുന്ന ഈശോ. നമുക്കറിയാം, നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ 4-ാമത്തെ അധ്യായത്തിൽ 18 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ നിന്ന് വായിക്കൂ. 61-ാമത്തെ അധ്യായത്തിൽ നിന്ന്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരുടെ സുവിശേഷം പ്രഘോഷിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് താൻ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത്, തൻ്റെ പരസ്യജീവിതത്തിൽ താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വെളിവാക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അത് കർത്താവിന് പ്രത്യേകമായിട്ട് വെളിപ്പെട്ട് കിട്ടിയ അവസരമാണ് ഈശോയുടെ ജ്ഞാനസ്നാന അവസരം. അങ്ങനെ ആ രീതിയിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായി തന്നെ സമർപ്പിച്ചു. അപ്പോൾ താൻ ആരാണ്? താൻ ദൈവത്തിൻ്റെ മകനാണ്. എന്നിട്ടോ താൻ കർത്തൃദാസനെ പോലെ മനുഷ്യവർഗത്തിന് വേണ്ടി സഹിച്ചു മരിച്ച് അവർക്ക് രക്ഷയേകാനായിട്ട് അയക്കപ്പെട്ടവനാണ് എന്ന ഒരു ബോധത്തിലേക്ക് കർത്താവ് കടന്നു വന്നു. എന്നിട്ടോ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുക, ഈശോയെ ദൈവം ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം അവിടുന്നിലേക്ക് നിറഞ്ഞത്, കർത്താവിൻ്റെ ആ ശക്തി, ദൈവത്തിൻ്റെ ശക്തി ഒരു വിധത്തിൽ കർത്താവിൽ പ്രത്യേകമായിട്ട് നിറഞ്ഞത് ഈ ജ്ഞാനസ്നാന അവസരത്തിലാണ്. അങ്ങനെ താൻ ആരാണ് എന്ന് ബോധപ്പെട്ട് താൻ എന്തിനാണ് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ട ശക്തി, ദൈവികമായ ശക്തിയാൽ നിറഞ്ഞ് പ്രിയപ്പെട്ടവരെ, ഈശോ ജീവിക്കാൻ തുടങ്ങിയത്, തൻ്റെ പരസ്യജീവിതം ആരംഭിച്ചത് ഈ ജ്ഞാനസ്നാന അനുഭവത്തിൽ നിന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജ്ഞാനസ്നാനത്തെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈശോയുടെ ജ്ഞാനസ്നാനം. ഒരു വിധത്തിൽ ഈശോ കന്യകയിൽ നിന്ന് ജനിച്ച അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലെ ജ്ഞാനസ്നാനം എന്ന് വേണമെങ്കിൽ പറയാം. കർത്താവിൻ്റെ ജ്ഞാനസ്നാനം നമ്മുടെ ഓർഡിനേഷൻ പോലെയാണ്, നമ്മുടെ ജീവിതത്തിലെ ദൗത്യം ഏറ്റെടുക്കുന്ന അവസരമാണ്. എങ്കിൽ പോലും നമ്മുടെ ജ്ഞാനസ്നാനത്തിലുള്ള ഈശോയുടെ ജ്ഞാനസ്നാനത്തിലെ ആ അനുഭവം പ്രിയപ്പെട്ടവരെ നമുക്കെപ്പോഴും ഉണ്ടാകട്ടെ. നമ്മൾ ഇനിമേൽ അടഞ്ഞ സ്വർഗത്തിൻ്റെ കീഴിലല്ല, തുറന്ന സ്വർഗത്തിൻ്റെ കീഴിലാണ്. നമ്മൾ ഇനിമേൽ ഒരിക്കലും ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ദൈവം തന്നെയുണ്ട്. പിതാവായ ദൈവം നമ്മളെ അംഗീകരിച്ചുകൊണ്ട്, നമ്മളെക്കുറിച്ചുള്ള തൻ്റെ ഇഷ്ടം വെളിവാക്കിക്കൊണ്ട് പിതാവായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവോ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ദൗത്യം നിറവേറ്റുവാൻ ആവശ്യമായ ശക്തിയാൽ നിറച്ചുകൊണ്ട്, പിതാവിനോട് നമ്മളോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് വെളിവാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. പുത്രനായ ദൈവമോ അവിടുന്ന് നമ്മിൽ തന്നെയുണ്ട്. അവനിലൂടെയാണല്ലോ നമ്മൾ ദൈവമക്കളായി മാറുന്നത്. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുസഭ ഈശോയുടെ ജ്ഞാനസ്നാന തിരുനാൾ കൊണ്ടാടുമ്പോൾ നമുക്ക് നമ്മുടെ ജ്ഞാനസ്നാനത്തെ ബോധപ്പെടാം. നമ്മൾ ആരാണ്, നമ്മൾ എന്തിനാണ് എന്ന് ബോധപ്പെട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവമേൽപ്പിച്ച ദൗത്യം നിറവേറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. അങ്ങനെ ആ രീതിയിൽ ലോകം മുഴുവനും ദൈവത്തിൻ്റെ സാന്നിധ്യം ബോധപ്പെടുത്തി വെളിപ്പെടുത്തി ആ ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവം വാഴുന്ന ഇടമാണല്ലോ ദൈവരാജ്യം. അവിടെ ദൈവമാണ് ഭരണം നടത്തുക, അവിടെ ദൈവ ചൈതന്യമാണ് അന്തരീക്ഷമായി നിലകൊള്ളുക, അവിടെ ദൈവപുത്രനാണ് രാജാവായി വാഴുക. ആ ദൈവരാജ്യത്തിൻ്റെ പ്രജകളായി ജീവിക്കുവാനുള്ള പ്രത്യേകമായിട്ടുള്ള വിളി പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്നേ ലഭിക്കുകയാണ്. ഈ ജ്ഞാനസ്നാന തിരുനാളിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നമ്മോടുകൂടെ കർത്താവ് എപ്പോഴും ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വന്ന് നിറയട്ടെ. പിതാവിൻ്റെ സ്വരം നിരന്തരം കേട്ട് നമുക്ക് നമ്മൾ ആരാണെന്ന് ഗ്രഹിക്കുവാനും നമ്മൾ ഈ ലോകത്തിൽ എന്തിനാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ദൈവദൗത്യം നിറവേറ്റി ജീവിക്കുവാനും തയ്യാറാകാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.